ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹംട ഗ്രാഫിക്സ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ വാട്സപ്പിൽ വന്ന പുതിയൊരു അപ്ഡേറ്റിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. റിമൈൻഡർ ഫോർ മിഡ്സ് കോൾ എന്നത്. അതായത് ഈ ഒരു അപ്ഡേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഏതെങ്കിലും ബിസി സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ ആരെങ്കിലും നമുക്ക് കോൾ ചെയ്തെന്നിരിക്കട്ടെ, വാട്സപ്പ് കോൾ ചെയ്തെന്നിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് അത് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സമയമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? കോൾ കട്ട് ചെയ്യും. അന്നേരം ഇത് മിസ് കോൾ ആയിട്ട് കിടക്കുമല്ലോ. അപ്പോൾ ഇത്തരത്തിൽ മിസ് കോൾ ആയിട്ട് കിടക്കുന്ന ഈ സംഭവം പിന്നീട് നമുക്ക് ആ ഒരു വ്യക്തിയെ വിളിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു തിരക്കൊക്കെ കഴിഞ്ഞിട്ടേ നമുക്കത് പറ്റത്തുള്ളായിരിക്കും. എന്നാൽ ആ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ ആ ഒരു വ്യക്തിയെ വിളിക്കുന്ന കാര്യം ചിലപ്പോൾ മറന്നുപോയെന്നിരിക്കാം, അല്ലേ? അപ്പോൾ അത്തരത്തിൽ തിരക്കുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണിത്. അപ്പോൾ അത്തരത്തിൽ ഭയങ്കര തിരക്കുള്ള ഒരാളാണ് നിങ്ങളും, അതുപോലെ ഇതുപോലെ വരുന്ന മിസ് കോളൊക്കെ ചിലപ്പോൾ നിങ്ങൾ തിരിച്ചു വിളിക്കാനൊക്കെ മറന്നു പോവുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി മുതൽ റിമൈൻഡർ സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള പുതിയൊരു അപ്ഡേറ്റ് ആണ് വാട്സപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അപ്ഡേറ്റിനെ പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കൊണ്ട് തന്നെ മനസ്സിലാക്കാം. വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്ന റിമൈൻഡർ ഫോർ മിസ് കോൾ എന്ന് പറയുന്ന ഈ ഒരു അപ്ഡേറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പം ഫോർ എക്സാമ്പിൾ പറയുമെങ്കിൽ ഇപ്പം നമുക്ക് വാട്സപ്പ് ഇതുപോലെ ആരെങ്കിലും കോൾ ചെയ്തെന്നിരിക്കട്ടെ. അപ്പോൾ നമ്മൾക്ക് ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സമയമാകുമ്പോൾ നമ്മളിത് കട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതൊരു മിസ് കോൾ ആയിട്ട് മാറുന്നതായിരിക്കും, അല്ലേ? അപ്പോൾ നോക്കാമെന്നുണ്ടെങ്കിൽ നമുക്കത് മിസ് കോൾ ആയിട്ട് ഇവിടെ മാറിക്കിടക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി ഈ ഒരു മിസ് കോള് നമുക്ക് റിമൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അത് റിമൈൻഡർ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ചാറ്റ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ചാറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ മിസ് കോളിൻ്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ ഇവിടെ നമ്മുടെ ചാറ്റിൽ കിടപ്പുണ്ടല്ലോ. അപ്പോൾ അതിൽ ഇതുപോലെ ലോങ് പ്രസ് ചെയ്യാം. എന്നിട്ട് മുകളിൽ കാണുന്ന 3 ലൈൻ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ജസ്റ്റ് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ റിമൈൻഡർ മീ, റിപ്പോർട്ട് എന്ന് പറയുന്ന 2 ഓപ്ഷനുകൾ വന്നിരിക്കുന്നതായിട്ട് കൂട്ടുകാർക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഇതിനു മുമ്പ് ഇവിടെ ഈ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു. ഇതിനു മുമ്പ് ഇവിടെ ഉള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് റിപ്പോർട്ട്, അതുപോലെ വെരിഫൈ സെക്യൂരിറ്റി കോഡ് എന്ന് പറയുന്ന ഓപ്ഷനായിരുന്നു. എന്നാൽ പുതിയ അപ്ഡേറ്റിൽ നമുക്ക് ഇവിടെ റിപ്പോർട്ട് ആൻഡ് റിമൈൻഡർ മീ എന്ന് പറയുന്ന ഓപ്ഷനുകൾ കാണാം. ഇതുപോലെ വെരിഫൈ സെക്യൂരിറ്റി കോഡ് എന്നത് മാറ്റിയിട്ടുണ്ട് അവിടെ. അപ്പം ഇനി ഇത് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ റിമൈൻഡർ മീ എന്ന് പറയുന്ന ആ ഒരു ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലുള്ള ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ കാണുന്ന സമയത്തിൽ ഏതെങ്കിലും നമുക്ക് റിമൈൻഡ് ചെയ്യണമെങ്കിൽ റിമൈൻഡ് ചെയ്യാം. അതായത് 2 മണിക്കൂർ കഴിയുമ്പോൾ ഇതൊന്ന് റിമൈൻഡ് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ 8 മണിക്കൂർ കഴിയുമ്പോൾ, അല്ലെന്നുണ്ടെങ്കിൽ 24 മണിക്കൂർ കഴിയുമ്പോൾ നമ്മളെ റിമൈൻഡ് ചെയ്യിക്കണം. അതല്ലെങ്കിൽ ഇവിടെ കസ്റ്റം എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സമയം സ്വന്തമായിട്ടുള്ളത് സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇൻബിൽട്ടായിട്ട് വാട്സപ്പ് വന്നിരിക്കുന്ന ഈ സമയങ്ങളല്ലാതെ നമുക്ക് നമ്മുടേതായിട്ടുള്ള സമയം സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കസ്റ്റം എന്നതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, കസ്റ്റം എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഇന്ന് നമുക്ക് കലണ്ടർ വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പം ദിവസം ഏതെന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പം നമുക്കിത് ഇപ്പം തന്നെ ഒന്ന് നോക്കാം. ഞാനിവിടെ ഈ 31 തന്നെ ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് സമയം ഇപ്പം 10:54 നമുക്ക് 11 മണിക്ക് ഇതൊന്ന് നോട്ടിഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഇതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, 11 മണി എന്നുള്ളത് ഇവിടെ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് AM ആണോ PM ആണോ എന്ന് നോക്കണം. ഇപ്പം AM ആണ്, അതുകൊണ്ട് AM തന്നെ സെറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് സെറ്റ് റിമൈൻഡർ എന്നത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ റിമൈൻഡർ സെറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഒരു മെസ്സേജ് പോലെ, നോട്ടിഫിക്കേഷൻ പോലെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, സമയം 10:59 ആയിട്ടുണ്ട്. 11 മണിക്കാണ് നമ്മൾ റിമൈൻഡർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. 11 മണിയാകുമ്പോൾ ഇത് റിമൈൻഡ് ചെയ്യുമോ ഇല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഇൻ്റർഫേസ് എന്നൊക്കെ നമുക്കൊന്ന് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇപ്പം അതിന് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം, ഇപ്പോഴത്തേക്ക് ഇത് എത്തുന്നതായിരിക്കും. കണ്ടോ, അതുകൊണ്ട് ഇവിടെ നമുക്ക് റിമൈൻഡർ വന്നിട്ടുണ്ട്. അതെ, നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാറിൽ തന്നെ നമുക്കത് കാണാൻ സാധിക്കുന്നതാണ്. മിസ്ഡ് വോയിസ് കോൾ രജിത്ത് എന്നുള്ളത്. അപ്പം നമുക്ക് ഇതുപോലെ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് പിന്നീട് ഇത് നമ്മൾ സെറ്റ് ചെയ്ത സമയത്ത് റിമൈൻഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കത് കോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ആ ചാറ്റ് ഓപ്പൺ ആവുന്നതായിരിക്കും. പിന്നെ നമുക്കിവിടെ ഇന്ന് അത് കോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്ര സിമ്പിളായിട്ടുള്ള രീതിയിൽ വരെ നമ്മുടെ വാട്സപ്പ് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ലൈഫിലെ മൈന്യൂട്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പോലും സോൾവ് ചെയ്യുന്ന രീതിയിലുള്ള മാറ്റങ്ങളാണ് വാട്സപ്പ് ഇതുപോലെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം വളരെ
യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. വളരെ ബിസി പേഴ്സൺ ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിച്ചോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വാട്സപ്പിൻ്റെ ബീറ്റ വെർഷൻ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് ലഭിച്ചെന്നിരിക്കാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് നോക്കുക. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ ഈ ഒരു വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ബൈ.